ആദ്യ പുസ്തകം അധ്യായം 2 13 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. രണ്ടാമത്തെ നദിക്ക് ഗീഹോൻ എന്നു പേര്. അത് എത്യോപ്യ ദേശമൊക്കെയും ചുറ്റുന്നു. മൂന്നാമത്തെ നദിക്ക് ദെക്കിലോസ് എന്ന പേര്. അത് അസീറിയയ്ക്ക് എതിരെ പോകുന്നു. നാലാമത്തെ നദി ഫ്രാന്ത്. ദൈവമായ കർത്താവ് ആദാമിനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സൂക്ഷിക്കുവാനുമായി തോട്ടത്തിലാക്കി. ദൈവമായ കർത്താവ് ആദാമിനോട് കൽപ്പിച്ച് അരുളിച്ചെയ്തതെന്തെന്നാൽ, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക, നന്മതിന്മകളുടെ അറിവിൻ വൃക്ഷത്തിൽ നിന്നും നീ തിന്നരുത്. എന്തെന്നാൽ അതിൽ നിന്ന് നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം ഏകനായിരിക്കുന്നത് നന്നതല്ല, അവനെപ്പോലെ ഒരു സഹായിയെ അവനായി ഞാൻ ഉണ്ടാക്കുമെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞു. എല്ലാ കാട്ടുമൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച് ആദാം അവയെ എന്തു വിളിക്കുമെന്ന് കാണുവാൻ ദൈവമായ കർത്താവ് അവയെ ആദാമിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദാം അവയെ എന്തു വിളിച്ചുവോ അതുതന്നെ സകല ജീവികൾക്കും പേരായി. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും എല്ലാ വന്യമൃഗങ്ങൾക്കും ആദാം പേരിട്ടു. എങ്കിലും ആദാമിന് തന്നെ പോലെയുള്ള ഒരു സഹായിയെ കണ്ടെത്തിയില്ല. ദൈവമായ കർത്താവ് ആദാമിന് ഒരു നിദ്ര വരുത്തി. അവൻ ഉറങ്ങി. ദൈവം അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. ആദാമിൽ നിന്ന് എടുത്ത വാരിയെല്ല് ദൈവമായ കർത്താവ് ഒരു സ്ത്രീയായി രൂപപ്പെടുത്തി ആദാമിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആദാം പറഞ്ഞു, ഇപ്പോൾ ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാവുന്നു. ഇവൾ നാരി എന്ന് വിളിക്കപ്പെടും, എന്തെന്നാൽ ഇവൾ നരനിൽ നിന്ന് എടുക്കപ്പെട്ടവളാവുന്നു. ഇത് നിമിത്തം പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവർ രണ്ടും ഒരു ജഡമായി തീരും. ആദാമും അവൻ്റെ ഭാര്യയും രണ്ടുപേരും നഗ്നനായിരുന്നുവെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. ഈ കേട്ട തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.